ഏവർക്കും നമസ്കാരം, സ്വാഗതം, സുപ്രഭാതം. സ്മൃതി ഇറാനിയെ പറ്റി എൻ്റെ ഒരു നല്ല അനുഭവം ഏവരുമായി പങ്കിട്ടതുകൊണ്ട് എനിക്ക് വഴിതെറ്റിയോ? കഴിഞ്ഞ ദിവസം അല്പം സാഹസികതയോടെ തിരഞ്ഞെടുപ്പിൽ പരാജയമേറ്റുവാങ്ങിയ ശ്രീ സ്മൃതി ഇറാനിയെപ്പറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഓർമ്മ. വ്യക്തിപരമായി എനിക്ക് അവരോട് യാതൊരു ഇടപാടുകളും ഇല്ലാതിരുന്നിട്ടും അവർ ഔദ്യോഗികമായി നിർമ്മിച്ച ഒരു കടമ അല്ലെങ്കിൽ നിലപാട് അത് നിയമാനുസൃതമായിരുന്നു എന്നതിനെ ഓർമ്മിച്ചുകൊണ്ട് അതിൻ്റെ നന്മ അനുഭവിപ്പാനിടയായ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചില ഓർമ്മകൾ പങ്കിട്ടത് ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഞാൻ വളരെയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന എൻ്റെ ചില സഹോദരന്മാർക്ക് വൈകാരികമായ പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് വൈകാരികമായ മുറിവ് ഏൽക്കുവാനിടയാക്കി എന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നത്. ഞാൻ ആദ്യമായി പറയട്ടെ, നിങ്ങളേവരും പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെ വളരെ ബഹുമാനത്തോടു കൂടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്, വിലമതിക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ അവലംബിക്കുന്ന നിലപാട് ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന വോൾട്ടയർ ദീർഘകാലങ്ങൾക്ക് മുൻപെടുത്ത നിലപാടാണ്. അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഐ ഡു നോട്ട് എഗ്രി വിത്ത് വാട്ട് യു ആർ സെയിങ്, ബട്ട് ഐ വിൽ ഡിഫെൻഡ് വിത്ത് മൈ ലൈഫ് യുവർ റൈറ്റ് ടു സേ സോ. നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല, പക്ഷേ നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള നിങ്ങളുടെ മൗലികമായ അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തുവാൻ ഞാൻ സന്നദ്ധനാണ്. എൻ്റെ നിലപാട് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഓർമ്മ, ഇതിനു മുൻപ് ഒരിക്കലും പരാമർശിച്ചിട്ടില്ലാത്ത ഓർമ്മ, ശ്രീ ശ്രീമതി ഇറാനി, സ്മൃതി ഇറാനിയുടെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനഃപൂർവ്വമാണ് ഓർത്തത് എന്ന് നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു കടമ എനിക്കുള്ളതായി അവർക്കറിഞ്ഞുകൂടാ, ലോകത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ. എന്നിരിക്കെ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു പരാമർശം പൊടുന്നനവെ നടത്തുവാൻ തുനിഞ്ഞത് എന്നത് പലർക്കും മനസ്സിലാകുവാനിടയില്ല എന്നതുകൊണ്ട് അത് ഒന്ന് വെളിപ്പെടുത്തുവാനുള്ള കടമ ഞാൻ ഇപ്പോൾ നിർവഹിക്കുകയാണ്. ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന വോൾട്ടയറിൻ്റെ നിലപാടുകൾ, അതിൻ്റെ ഉറവിടം ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ അത് മറ്റെവിടെയുമല്ല, നസ്രയനായ യേശുവിലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യേശു എന്താണ് പറഞ്ഞത്? യേശുവിൻ്റെ നമ്മുടെ ഈ സാഹചര്യത്തോട് പ്രസക്തമായ രണ്ട് പ്രസ്താവനകൾ ഞാൻ ഈ സമയത്ത് ഒന്ന് പരാമർശിച്ച് കൊള്ളട്ടെ. ആദ്യമായി യേശു പറയുന്നത്, നാം വസിക്കുന്ന ഈ ലോകത്തിൽ നന്മയും തിന്മയും വേർപിരിയാതെ ഒരുപോലെ തഴച്ച് വളരുന്ന ഒരിടമാണ്. ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമയിൽ കൂടെ ഈ ലോക വ്യവസ്ഥിതിയിൽ നന്മയും തിന്മയും എപ്പോഴും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് വളരുകയും തളരുകയും ചെയ്യുന്ന
ഒരു വ്യവസ്ഥിതിയാണ് ഈ ലോകത്തിൽ എപ്പോഴും നിലനിന്നിട്ടുള്ളത്. അപ്രകാരം മാത്രമേ അന്ത്യം വരെയും ഉണ്ടാകുകയുള്ളൂ എന്നത് യേശു വെളിപ്പെടുത്തിയ ചരിത്രപ്രധാനമായ ഒരു സത്യമാണ്. അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളിലും, ഇത് പ്രത്യേകം എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാർ പരിഗണിക്കണം, ലോകത്തിലുള്ള എല്ലാ വ്യക്തികളിലും നന്മയും തിന്മയും ഉണ്ടായിരിക്കും. 100% തിന്മ മാത്രവും അല്ല 100% നന്മ മാത്രവുമുള്ള ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല. ദൈവമൊഴിച്ച് ആരും തന്നെ യേശു പറഞ്ഞ ഈ നിയമത്തിന് അതീതരല്ല. നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടായിരിക്കും, തിന്മയുണ്ടെങ്കിൽ നന്മയുണ്ടായിരിക്കും. യേശുവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ക്രൂശിൻ്റെ സാക്ഷ്യം എന്താണ്? ഒരു വശത്തുകൂടെ നോക്കുമ്പോൾ ഇത് തിന്മയുടെ ഏറ്റവും കാഠിന്യമേറിയ ഒരു പ്രതീകമാണ്. മറുവശത്തൂടെ നോക്കുമ്പോൾ അത് വലിയ നന്മയുടെയും പ്രതീക്ഷയുടെയും ഉറവിടമാണ്. ഇത് മനുഷ്യ ജീവിത അനുഭവങ്ങളുടെ നിത്യമായ നിതാന്തമായ സത്യമാണ്. രണ്ടാമത് യേശു പറഞ്ഞത്, നിങ്ങൾ തിന്മയെ ചെറുക്കരുത്. പൗലോസ് അപ്പോസ്തലൻ അതിനെ ആസ്പദമാക്കി പറയുന്നത്, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കിയത്രേ വേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? നാം നന്മയോട് എതിർക്കുമ്പോൾ നാം അറിയാതെ ആ നന്മയുടെ മർമ്മം നമ്മുടെ ഉള്ളിലേക്ക് നുഴഞ്ഞ് കയറുന്നു. ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു മർമ്മമാകയാൽ, പ്രത്യേകിച്ച് നാം ഇപ്പോൾ കടന്നു പോകുന്ന ആ അവസ്ഥകളുടെ മർമ്മപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാകയാൽ, ദയവായി നിങ്ങൾ ഞാൻ ഇനി വിശദീകരിക്കാൻ പോകുന്ന അല്പം ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നന്മയും തിന്മയും, സാധാരണ മനുഷ്യർ താല്പര്യപ്പെടുന്നത് നന്മയും തിന്മയും എപ്പോഴും 100% വേർപെട്ടിരിക്കണം. എനിക്ക് നന്മ മാത്രം വേണം, തിന്മ എന്നെ സമീപിക്കരുത്. എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാടിൽ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടാകും, തിന്മയുണ്ടെങ്കിൽ നന്മയുണ്ടാകും. എന്നാൽ ഈ തിന്മ തീർച്ചയായും മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതാണ്. അത് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നതിൽ അതിശയോക്തിയില്ല. അത് ന്യായമാണ്, സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെയുള്ള തിന്മകളെ പറിച്ചു മാറ്റി നന്മകളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥിതി ഈ ലോകത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അതുകൊണ്ടാണ് മനുഷ്യർ ഈ ചരിത്ര അതീതമായ സാഹചര്യങ്ങളെ വിഭാവന ചെയ്ത് സ്വർഗമെന്നും അല്ലെങ്കിൽ 1000 വർഷം ക്രിസ്തുവിനോടുള്ള വാസമെന്നും അങ്ങനെയുള്ള സങ്കല്പങ്ങൾ വളരെ ആത്മീകമായ വികാരതയോടെ മനുഷ്യർ ആശ്ലേഷിക്കുവാൻ കാരണം ഈ ലോകത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥിതി ഉണ്ടാകുകയില്ല എന്നതാണ്. എന്നാൽ അതേസമയം തന്നെ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, തിന്മ നന്മയോട് എപ്പോഴും ചേർന്ന് നിൽക്കുമെന്നതുകൊണ്ട് തിന്മയെ നന്മയെപ്പോലെ കരുതുകയോ ഇടം കൊടുക്കുകയോ ചെയ്യരുത്. എന്നാൽ തിന്മയോട് നാം യുദ്ധം ചെയ്യുമ്പോൾ വലിയ അപകടമുണ്ട്. അത് നമ്മുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി നാം അറിയാതെ തിന്മയുടെ ആയുധങ്ങളായി അല്ലെങ്കിൽ ഉപകരണങ്ങളായി നാം അധപ്പതിച്ചു പോകും. ഇത് അനേക സംഭവങ്ങളിൽ കൂടെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി അറിയേണ്ട കാര്യമാണ്. പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്? തിന്മയോട് സഹകരിക്കുക ഒരു ഓപ്ഷനേ അല്ല. തിന്മയില്ല എന്ന് കണ്ണടച്ച് ഏതാണ്ട് സാങ്കല്പിക ലോകത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുക, അത് ഒരു സാധ്യതയേ അല്ല. തിന്മ തിന്മയാണ്, നന്മ നന്മയാണ്. നന്മയോടുകൂടെ ചേർന്ന് തിന്മ നിൽക്കുന്നത് കൊണ്ട് നന്മയുടെ ഗുണം തിന്മയ്ക്കും വരും എന്ന് പറയുന്നതും വലിയ അബദ്ധമാണ്. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കാം കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയുന്ന പോലെ അല്ല ഇവിടെ. തിന്മ എപ്പോഴും തിന്മയാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് തിന്മയ്ക്ക് എതിരെ ഒരു നിലപാടെടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അങ്ങനെ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിൽ കൂടെ
തിന്മയുമായി നാം സമ്പർക്കം പുലർത്തുവാൻ നിർബന്ധിതരായിത്തീരുമ്പോൾ മറ്റേ അപകടമുണ്ടാകാതെ സൂക്ഷിക്കണം. അതായത് തിന്മയോടുള്ള യുദ്ധത്തിൽ നാം തിന്മകളുടെ ഉപകരണങ്ങളെ അധപ്പതിച്ച് പോകാതിരിക്കണം. അതെങ്ങനെ സാധിക്കും എന്നന്വേഷിച്ച് വരുമ്പോഴാണ് യേശു പറയുന്നത്, തിന്മയെ ചെറുക്കുന്നതിന് പകരം നിങ്ങൾ നന്മയിൽ കേന്ദ്രീകരിപ്പീൻ. അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്യുവാൻ എപ്പോഴും ജാഗരൂകരായിരിപ്പീൻ. ഒന്ന്. രണ്ട്, അതാണ് നമ്മുടെ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അത് വ്യക്തമായി നാം ധരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് അടയാളപ്പെടുത്തട്ടെ. രണ്ടാമത്തെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ, നന്മയും തിന്മയും ഒരുപോലെ ഇടപഴകി നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ തിന്മയുടെ ഇടയിലും നന്മയുണ്ട്, നന്മയുടെ ഇടയിലും തിന്മയുണ്ട്. തിന്മ എവിടെ കണ്ടാലും തിന്മയാണ്, നന്മ എവിടെ കണ്ടാലും നന്മയാണ് എന്നത് തിരിച്ചറിഞ്ഞിട്ട് തിന്മയുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നന്മയുടെ ഏതെങ്കിലും നാമ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഇല ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറിയ ചുള്ളിക്കമ്പുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ സ്വീകരിക്കുകയും അതിനെ നിങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ഇപ്പോൾ സ്മൃതി ഇറാനിയെ പോലെയുള്ളൊരു വ്യക്തി, അവരുടെ ഉള്ളിൽ യാതൊരു നന്മയുമില്ല, അവർ തിന്മയുടെ കേദാരമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്ത് സംഭാവനയാണ് നിങ്ങൾക്കോ അവർക്കോ നമ്മളെല്ലാവരും ജീവിക്കുന്ന സമൂഹത്തിനോ നൽകുന്നത്? ലോകത്തിലേക്കും പ്രയോജനശൂന്യമായ ഒരു നിലപാടാണത് എന്ന് അല്പം പക്വതയോടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. നാം ഒരു വ്യക്തിയെ പരാമർശിക്കുമ്പോൾ ആ വ്യക്തിയിലുള്ള നന്മ ഉണർത്തുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ വ്യക്തി മനഃപൂർവ്വം വലിയ തിന്മ പ്രവർത്തിക്കുന്ന ആളായിരിക്കും. പക്ഷേ ഞാനറിഞ്ഞൊരു സത്യം, വളരെ ഘോരമായി തിന്മ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലും നന്മ ചെയ്യുവാനുള്ള ദാഹമുണ്ടായിരിക്കും. കാരണം എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ദൈവികമായ ചില ഘടകങ്ങൾ, ചില ചായ്വുകൾ, താല്പര്യങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കും. പക്ഷേ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അവരിലുള്ള നന്മയെ കുഴിച്ചു മൂടിയിട്ട് തിന്മയുടെ സാധ്യതകളെ മനഃപൂർവ്വം ചില പരിമിതമായ താൽക്കാലിക ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി തിന്മയെ ആശ്ലേഷണം ചെയ്ത് തിന്മയെ ഉമ്മ വെച്ച് മുൻപോട്ട് പോകുന്ന ഒരു ആത്മഹത്യാപരമായ നിലപാട് അനേകർ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ച്, ഞാൻ എൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ചില പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാം, അല്ലെങ്കിൽ ചില നേട്ടങ്ങൾ നേടാം എന്നതുകൊണ്ട് ഇന്ന കാര്യം തിന്മയാണ് എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് ഓതിയിട്ടും പറഞ്ഞിട്ടും മന്ത്രിച്ചിട്ടും ഞാനത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നിൽ യാതൊരു നന്മയുമില്ല എന്ന് അർത്ഥമാകുന്നില്ല. ഞാൻ ചെയ്തത് തെറ്റാണ്, ചെയ്ത പല കാര്യങ്ങളും തെറ്റാണ്. എന്നാൽ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തതുകൊണ്ട് എന്നിലുള്ള നന്മ മുഴുവനും അവസാനിച്ചു പോയി, വേരറ്റ് പോയി എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. അങ്ങനെ നാം ഒരു നിലപാടെടുത്താൽ നന്മയ്ക്ക് ഒരു ബലമില്ലെന്നും പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലെന്നും തിന്മയ്ക്ക് മാത്രമാണ് ബലമുള്ളത്, ശക്തിയുള്ളത് എന്നുമാണ് നാം സമർത്ഥിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് നേരെ മറിച്ചാണ്. തിന്മയ്ക്കാണ് ബലഹീനത, നന്മയ്ക്കാണ് ബലമുള്ളത്. നന്മ പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് ലാഭമുണ്ടാകാതിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തൽക്കാലം നഷ്ടമുണ്ടായി എന്നിരിക്കാം. പക്ഷേ ആത്യന്തികമായി അവരാണ് വിജയിക്കുന്നത്. തിന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നവർക്ക് താൽക്കാലികമായ വലിയ നേട്ടമുണ്ടായിരിക്കാം. പക്ഷേ ആ നേട്ടങ്ങൾ വർദ്ധിക്കും തോറും അവരുടെ തകർച്ച കൂടുതൽ അവരെ സമീപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഉന്നത തലങ്ങളിലൊക്കെ എത്തിപ്പറ്റാൻ സാധിക്കും. പക്ഷേ അവിടെ ഒന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങളെ ആകെ സഹായിക്കുന്നത്
നിങ്ങളിലുള്ള നന്മ മാത്രമാണ്. ക്യാരക്ടർ എന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയാണ് പറഞ്ഞത്, യുവർ ബ്രില്യൻസ് വിൽ എനേബിൾ യു ടു റീച്ച് ദ ടോപ്പ്, ബട്ട് ഇറ്റ്സ് യുവർ ക്യാരക്ടർ ദാറ്റ് എനേബിൾസ് യു ടു സ്റ്റേ ദെയർ. സ്വഭാവഗുണമില്ലാത്തവൻ എത്ര വലിയ പദവി പ്രാപിച്ചാലും അവിടെ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ തലകുത്തി വീഴും, മൂക്ക് കുത്തി വീഴും എന്നതിന് യാതൊരു സംശയവുമില്ല. അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ധാർമ്മിക സത്യങ്ങൾ തിരിച്ചറിയുവാൻ എളുപ്പമാണ്. അപ്പോൾ തിന്മയെ നാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് നമ്മുടെ വിഷയം. നാം തിന്മയെ കൈകാര്യം ചെയ്യുന്നതും നന്മയെ കൈകാര്യം ചെയ്യുന്നതും ഒരേ നിമിഷത്തിലാണ് എന്ന് പറഞ്ഞാൽ, നാം തിന്മയെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലൂടെ നമ്മുടെ ലക്ഷ്യമെന്തായിരിക്കണം? തിന്മയെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളതല്ല. അതൊരിക്കലും സാധ്യമല്ല. കാരണം അത് ലോക യാഥാർത്ഥ്യങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം അപ്രാപ്യമാണ്. എന്നാൽ നാം തിന്മയോട് പ്രതികരിക്കണം, കാരണം അത് ജീവിത യാഥാർത്ഥ്യമാണ്. അപ്പോൾ നാം തിന്മകളോട് എങ്ങനെ പ്രതികരിക്കണം? തിന്മകളോട് പ്രതികരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലെ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മുടെ പ്രതികരണങ്ങൾ സഹായിക്കുന്നുവോ ഇല്ലയോ എന്ന പരിഗണനയിൽ വേണം. അതുകൊണ്ട് തിന്മ തന്നെയാണ്. പക്ഷേ തിന്മകൾ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലും നന്മ പ്രവർത്തിക്കുവാനും പ്രാപിക്കുവാനുമുള്ള ദാഹമുണ്ടായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഈ നല്ല സാധ്യതകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ സ്വാതന്ത്ര്യം അവർക്കില്ല. തിന്മ പ്രവർത്തിക്കുന്നവർ തിന്മ എന്ന് പറയുന്ന മർമ്മത്തിൻ്റെ അടിമകളാണ്. നന്മ പ്രവർത്തിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ദീർഘനാളുകളുടെ ധ്യാനത്തിൽ കൂടെയാണ്. ഞാൻ വിവേകാനന്ദ പാറയിൽ പോയില്ല, എൻ്റെ വീട്ടിലിരുന്നാണ് ഞാൻ ധ്യാനിക്കുന്നത്. ദീർഘനാളത്തെ ധ്യാനത്തിലും അന്വേഷണത്തിലും കൂടെയാണ് എനിക്ക് മനസ്സിലാകാനിടയാണ്. ഇനിയും ഇതിനോടനുബന്ധമായ മറ്റൊരു സുപ്രധാന ആത്മീയ മർമ്മം ഞാൻ ഏവരുമായി ജാതി മത ലിംഗഭേദമന്യേ പങ്കിട്ടുകൊള്ളട്ടെ. അതായത്, നന്മ തിന്മകളോടുള്ള നമ്മുടെ സമീപനത്തിൽ ഒരു മാനസികത, ഒരു മനഃശാസ്ത്രം, ഒരു സൈക്കോളജി എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നാം വളരെ വ്യക്തമായി തിരിച്ചിരിക്കണം. ദയവായി നിങ്ങളെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി നിങ്ങളുടെ അടുത്തിരുന്ന് വളരെ സാവകാശത്തിൽ വിശദീകരിച്ച് ഇങ്ങനെയുള്ള മർമ്മങ്ങൾ പങ്കിടുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള സൂക്ഷ്മമായ അറിവ് നാം പ്രാപിച്ചില്ല എങ്കിൽ ആകെപ്പാടെ ചിന്താക്കുഴപ്പത്തിലകപ്പെട്ട് നാം നല്ല ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോഴും നാം തിന്മയ്ക്ക് കൂടുതൽ ഇടം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അപ്പോൾ ഇതിൻ്റെ മനഃശാസ്ത്രം എന്താണ്? ഇത് എന്നെ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞാൻ ഇതിന് മുൻപ് പരാമർശിച്ച ഡച്ച് ഫിലോസഫറായിരുന്ന സോറൻ കീർക്കെഗാഡാണ്. നിങ്ങൾ പലരും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ലോകത്തിൽ തിന്മ അല്ലെങ്കിൽ വെറുപ്പ്, ഹെയ്റ്റ് അതിൻ്റെ ആരംഭം നന്മയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ലവ് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ഹെയ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്നേഹം എവിടെ ഉണ്ടായിരുന്നുവോ അവിടെ മാത്രമേ വെറുപ്പ് ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഹെയ്റ്റ് ഈസ് റൂയിൻഡ് ലവ്. വളരെ മനോഹരമാണത്. ഹെയ്റ്റ് ഈസ് റൂയിൻഡ്, RUINED, റൂയിൻഡ് ലവ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ തിന്മ ചെയ്യുമ്പോൾ അത് തിന്മയാണ് എന്ന് നമുക്ക് ബോധ്യമാകണമെങ്കിൽ പോലും അതിൻ്റെ മറുവശമായ നന്മയെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടായിട്ടാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഇന്ന് നമ്മുടെ ശത്രുവാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ശത്രുവാകുന്നതിന് മുൻപ് ആ വ്യക്തി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ മിത്രമായിരുന്നു. മിത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന നന്മ അത് അഴുകിപ്പോയതാണ് ഈ വെറുപ്പിൻ്റെ
ഒരു അവസ്ഥയിലേക്ക് ഇരു കൂട്ടരും പ്രവേശിക്കാനിടയായത് എന്നാണ് കീർക്കെഗാഡിൻ്റെ അഭിപ്രായം. മാത്രവുമല്ല, ഇനിയും അദ്ദേഹം പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രസക്തം. ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് വിശദീകരിച്ച ശേഷം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഓഫ് ലവ് എന്ന പുസ്തകത്തിലുണ്ട്. ഞാനിതിന് മുമ്പ് ഇത് പരാമർശിച്ചതാണ്. വർക്ക്സ്, WORKS, വർക്ക്സ് ഓഫ് ലവ് ബൈ സോറൻ കീർക്കെഗാഡ്. അദ്ദേഹം പറയുന്നത്, നമ്മളിൽ ഒന്നുകിൽ സ്നേഹം അതിൻ്റെ സ്വാധീനത്തിൽ നമുക്ക് പ്രവർത്തിക്കാം, ലോകത്തെ കാണാം, ലോകത്തോട് പ്രതികരിക്കാം. അല്ലെങ്കിൽ വെറുപ്പിൻ്റെ കണ്ണിൽ കൂടെ നമുക്ക് ലോകത്തെ കാണുകയും ലോകത്തോട് പ്രതികരിക്കുകയും ചെയ്യാം. വെറുപ്പ് എന്താണ്? റൂയിൻഡ് ലവ്, ചീഞ്ഞുപോയ സ്നേഹമാണ് വെറുപ്പ്. വളരെ മനോഹരമാണ് ആ ചിന്ത. ഞാൻ വർഷങ്ങളോളം ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിമനോഹരമാണ്. ഹെയ്റ്റ് ഈസ് റൂയിൻഡ് ലവ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമുക്ക് ആരോടെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നാം ആ വ്യക്തിയിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് പരതി അന്വേഷിച്ച് കണ്ടുപിടിച്ച് പലപ്പോഴും ഇല്ലാത്ത നന്മ കൂടെ കുറച്ചുകൂടെ വലിപ്പത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കും. ഉദാഹരണമായിട്ട്, നമ്മളാരും നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ മക്കളിൽ എന്തെങ്കിലും തിന്മയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാറില്ല, ചികഞ്ഞ് നോക്കാറില്ല. അവരിൽ നന്മയുണ്ടോ എന്നാണ് നാം നോക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ അവരെപ്പറ്റി സ്നേഹമുണ്ട് എന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആ സുഹൃത്ത് നിങ്ങളെ വഞ്ചിച്ചു. ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ, സാഹചര്യം ഇവിടെ പ്രസക്തമല്ല, വഞ്ചിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം വെറുപ്പായി അധപ്പതിച്ചു. ആ നിമിഷം മുതൽ ആ വ്യക്തിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നതും പ്രതികരിക്കുന്നതും ആ വ്യക്തിയിൽ എന്തെല്ലാം തിന്മയുണ്ട് എന്നത് മാത്രം അന്വേഷിച്ചും മനസ്സിലാക്കിയും കേന്ദ്രീകരിച്ചുമായിരിക്കും. എന്ന് മാത്രവുമല്ല, ഇതിനു മുമ്പ് നിങ്ങൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആ വ്യക്തിയെപ്പറ്റി ആരെങ്കിലും നന്മ പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോൾ ആ വ്യക്തിയെപ്പറ്റി ആരെങ്കിലും അതേ ഗുണം പരാമർശിച്ചാൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടും. കാരണം നിങ്ങളുടെ ഏക താല്പര്യം ആ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും മോശമായത് പറയാൻ, മോശമായത് കേൾക്കാൻ സാധിക്കുമോ. അതാണ് നിങ്ങളുടെ കാതിൻ്റെ സന്തോഷം, കാതിൻ്റെ ഇമ്പം. സ്നേഹമുള്ളപ്പോൾ നിങ്ങളുടെ കാതിൻ്റെ ഇമ്പം ആ വ്യക്തിയിൽ എന്തെങ്കിലും നന്മയുണ്ടോ, ആ നന്മ എത്ര പേർ അംഗീകരിക്കുന്നു എന്നതാണ്. എന്നാൽ സ്നേഹം അസ്തമിച്ച് വെറുപ്പ് മനസ്സിനെ കീഴടക്കി കഴിയുമ്പോൾ 10 പേര് ആ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും തിന്മ പറഞ്ഞാൽ നമുക്കത് വലിയ ആഹ്ലാദമാണ്. ഇതെല്ലാ വ്യക്തികളുടെ പ്രശ്നമാണ്. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി നാം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാനസികത, ഈ മർമ്മം, അതിനെ നാം കീഴടക്കണം. അതാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് ധാർമ്മികമായ, മാനസികമായ, ആധ്യാത്മികമായ നമ്മുടെ സ്വാതന്ത്ര്യത്തെ തികച്ചും കെടുത്തിക്കളയുന്ന ഈ ഒരു മനസ്ഥിതി, ഈ ഒരു സൈക്കോളജി, അതായത് നമ്മുടെ ഉള്ളിൽ ആരെപ്പറ്റിയെങ്കിലും വെറുപ്പ് കടന്നുകൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും ഒരു നന്മ അറിയുവാനോ കേൾക്കുവാനോ സമ്മതിക്കുവാനോ അംഗീകരിക്കുവാനോ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല. നമ്മുടെ ആകെപ്പാടെയുള്ള താല്പര്യം, ദ ഡെവിലിഷ് ഡിലൈറ്റ്, ദ സൈറ്റാനിക് ഡിലൈറ്റ്, ആ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും തിന്മ കേൾക്കാൻ ഒക്കുമോ? അതിന് നമ്മൾ കാതിങ്ങനെ ഓർത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ തിന്മയുടെ ഒരു ബീജമാണ്. ഇറ്റ് ഈസ് ദ സീഡ് ഓഫ് ഈവിൾ ഡെപ്പോസിറ്റഡ് വിതിൻ us, സിറ്റുവേറ്റഡ് വിതിൻ us. ഈ ഒരു യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിഞ്ഞിട്ട്, ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന, പ്രത്യേകിച്ച് പബ്ലിക് സ്പേസിൽ നടക്കുന്ന എല്ലാവിധമായ പ്രസ്താവനകളും നിയന്ത്രിക്കുന്ന ഘടകമെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് അതീതമായി, ഇതിനേക്കാൾ ഉന്നതമേറിയ ഒരു തട്ടത്തിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ കാണുവാനും പ്രതികരിക്കുവാനും നമുക്കിടയാകണം. ഉദാഹരണമായിട്ട് നമുക്ക് നല്ല ഉദാഹരണം ഇപ്പോഴുണ്ടല്ലോ. 10-15 വർഷം ശ്രീ രാഹുൽ ഗാന്ധിയെപ്പറ്റി പറയാവുന്നത് മുഴുവൻ പറഞ്ഞു. ആ വ്യക്തിയെ എത്രമാത്രം താറടിക്കാമോ, അദ്ദേഹത്തിൻ്റെ വില എത്രമാത്രം ഇടിക്കാമോ,
അദ്ദേഹത്തെ ചവിട്ടി മെതിക്കാമോ അതൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ വെറുപ്പിൻ്റെ കണ്ണുകളിൽ കൂടെ കണ്ടതുകൊണ്ടാണ്. അങ്ങനെ വെറുപ്പിൻ്റെ കണ്ണുകളിൽ കൂടെ നോക്കുമ്പോൾ അത് രാജീവ് ഗാന്ധി ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ അമ്മ സോണിയാഗാന്ധി ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായിരുന്ന നെഹ്റു ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരിൽ എന്തെങ്കിലും നന്മയുണ്ട് എന്നത് അറിയുവാനോ അംഗീകരിക്കുവാനോ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും അവരൊരു നന്മയുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളുടെ ശത്രുക്കളാണ്, കുലശത്രുക്കളാണ്, അങ്ങനെയുള്ളവരെ അടിച്ച് ഇരുത്തണമെന്ന് പറയും. അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പൊതുവായ കാഴ്ചപ്പാട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമുക്ക് ആ മർമ്മത്തിന് അതീതമായി അതിൽ നിന്ന് ഉയർന്ന് നമുക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുമോ? സ്മൃതി ഇറാനി ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടിനോട് എനിക്ക് കാര്യമായ വിയോജിപ്പുണ്ട്. അത് എക്കാലത്തും ഉണ്ടായിരുന്നു. ഞാനിത് മറച്ചു വച്ചിട്ടില്ല. ഞാൻ അനേകം നൂറുകണക്കിന് ലേഖനങ്ങൾ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ അല്പം പോലും വ്യതിചലിച്ചിട്ടില്ല. എന്നാൽ അതുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു നന്മയും ഒരു കാലത്തും ഉണ്ടാകുകയില്ല, എല്ലാവരും ഇരുട്ടിൻ്റെ ആത്മാക്കളാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളോട് പറയാം. ഒരു കാലത്ത് സംഘപരിവാറിൻ്റെ ഒരു ബുദ്ധിരാക്ഷസനായിരുന്ന അരുൺ ഷൗരി, ക്രിസ്തു മതത്തെയും മിഷണറി പ്രവർത്തനങ്ങളെയും ഏറ്റവും ശക്തമായി അപലപിച്ചിട്ടുള്ള വ്യക്തിയാണ് അരുൺ ഷൗരി. അദ്ദേഹം എൻ്റെ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് പരസ്പരം നല്ല അറിവും പരസ്പര ബഹുമാനവും ഉണ്ട്. അദ്ദേഹത്തെപ്പറ്റി തിന്മ മാത്രം എനിക്ക് പറയാൻ കഴിയും. പക്ഷേ അരുൺ ഷൗരിയെപ്പറ്റി ഞാൻ അറിയുന്ന അതിമനോഹരമായ നന്മകളുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും കാര്യമായ ആരോഗ്യ പ്രശ്നം കൊണ്ട് ദീർഘനാൾ വളരെ വളരെ കഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല. ഈ വ്യക്തി തൻ്റെ ഭാര്യയെയും മകനെയും എത്രമാത്രം പരിചരിച്ചു എന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ലെപ്രസി മിഷൻ, ഗ്ലോബൽ ലെപ്രസി മിഷൻ്റെ കോൺഫറൻസ് ഡൽഹിയിൽ നടക്കുകയാണ്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി അവർ വിചാരിച്ചിരുന്നത് പൂർവ്വ പ്രൈം മിനിസ്റ്ററായ ചന്ദ്രശേഖരയാണ്. അദ്ദേഹം വരാമെന്നൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ കോൺഫറൻസ് ആരംഭിക്കുന്നതിന് ഒരു 4-5 ദിവസം മുമ്പ് അദ്ദേഹത്തിന് രോഗം വന്നു. അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായി. അപ്പോൾ ലെപ്രസി മിഷൻ്റെ ഇന്ത്യൻ കൺട്രി ഹെഡായിരുന്ന ഡോക്ടർ വോൾട്ടർ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു പ്രതിസന്ധിയുണ്ട്, ആരെങ്കിലും നമുക്കൊന്ന് ആ സ്ഥാനത്ത് ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? ഞാൻ പറഞ്ഞു ശ്രമിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അരുൺ ഷൗരിയെ വിളിച്ചു. ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, വരാമോ? പറഞ്ഞു തീർച്ചയായും വരാം. അന്ന് അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. സാധാരണ ആളുകൾ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ആരാണ്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണോ, എന്നെ അപമാനിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനും അല്പം മടിച്ചാണ് അരുൺ ഷൗരി ആ തരുണത്തിൽ വിളിച്ച്. അദ്ദേഹം വന്നുവെന്ന് മാത്രമല്ല, അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ആ ഒരു ഇനോഗ്രൽ സെഷനിൽ ഈ രോഗത്തിൻ്റെ ഇരകളായി ജീവിതത്തിൽ വളരെയധികം കഷ്ടം സഹിച്ച, എന്നാൽ ആ അവസ്ഥകളോട് മല്ലിട്ട് ജീവിതത്തിൽ മുന്നേറ്റം കൈവരിച്ച ആളുകളെ ആദരിക്കുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ പലരും വീൽ ചെയർ ആയി ആ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലിരിക്കുകയാണ്. അവരെ ആദരിക്കുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാൻ വോളണ്ടിയറുണ്ട്. പക്ഷേ വോളണ്ടിയേഴ്സ് അത് ചെയ്യുന്നതിന് മുൻപ് സ്റ്റേജിൽ നിന്നിറങ്ങി പലരെയും ഈ വീൽ ചെയറിൽ ഉന്തി സ്റ്റേജിൽ കൊണ്ടുവന്നത് അരുൺ ഷൗരിയാണ്. അത് അദ്ദേഹം ആരെയും ഇമ്പ്രസ് ചെയ്യാൻ ചെയ്തതല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി അടുത്തറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ അരുൺ ഷൗരിയിൽ അങ്ങനെ ഒരു വശമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇങ്ങനെ അനേക ആളുകളെപ്പറ്റി എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഞാനിത് പറയാൻ തുടങ്ങിയാൽ അതുപോലെ ഇയാൾ വലിയവരെ അറിയാൻ എനിക്കറിയാവുന്ന തെളിയിക്കാൻ
എനിക്കങ്ങനെ ആരുടെയും ഗുണം, ആരുടെയും കെയർ ഓഫിൽ ഒരു അംഗീകാരം വാങ്ങിക്കേണ്ട ഗതികേടില്ല. അത് എന്നെ അറിയാവുന്നവർക്കത് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത്, നാം എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാം. ഇപ്പോൾ സംഘപരിവാറിലുള്ള ആളുകൾ എന്നെ വെറുക്കാനൊരു കാര്യം, ഇപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയിൽ നന്മയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയിലുള്ള നന്മ അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാകരുത്. അത് അവരുടെ കാഴ്ചപ്പാടാണ്. ഞാൻ അവരെ പോലെ ആയാലോ? ഇപ്പോൾ സംഘപരിവാറിലുള്ള സ്മൃതി ഇറാനി എന്നൊരു വ്യക്തി, ആ വ്യക്തിയിൽ നന്മയുണ്ടെങ്കിൽ അത് കാണുവാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകരുത്. ഞാൻ തിന്മ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവരും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് സംഘപരിവാറിൻ്റെ വക്താക്കളും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ ഏത് ക്യാമ്പിൽ കണ്ടാലും നിങ്ങളതിനെ ഭയക്കരുത്. നന്മയെ ഭയക്കുന്നവർക്ക് ഭ്രാന്താണ്. ഞാൻ എപ്പോഴും ഇതാ പറയുന്നത്. അപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയെപ്പറ്റി നന്മ പറയുമ്പോൾ പലർക്കും അങ്ങ് പല്ലിട്ട് ഞെരുക്കുകയാണ്. അവർക്കൊക്കെ ഡെൻ്റൽ പ്രോബ്ലം വരുമെന്നൊരു പേടിയാണ് ഇപ്പോൾ ഉള്ളത്. അതേ രോഗം നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. ഇവിടെ നന്മ, ഇപ്പോൾ നരേന്ദ്രമോദിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നന്മയുടെ ഒരു ചില്ലി കഷണമുണ്ടെങ്കിൽ അതിനെ നാം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ സ്മൃതി ഇറാനി ആയിക്കൊള്ളട്ടെ, രാജ്നാഥ് സിംഗ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി ആയിക്കൊള്ളട്ടെ, സുബ്രഹ്മണ്യ സ്വാമി ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നന്മയാണെങ്കിൽ നന്മയാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചില സാഹചര്യങ്ങളിൽ ചില മിടുക്കന്മാരായ ആളുകൾ താൽക്കാലികമായ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിന് അവരുടെ ഉള്ളിലില്ലാത്ത നന്മ അഭിനയിക്കും. നന്മ അഭിനയിക്കുന്ന ആളുകളെ സൂക്ഷിക്കുക. എന്നാൽ നന്മ അഭിനയിക്കുകയല്ല, തൻ്റെ പൊതുവായ പ്രവർത്തനത്തിൻ്റെ ആകെ സ്വഭാവം തിന്മയാണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് നന്മ ചെയ്യുവാൻ ദാഹിക്കുന്ന, അപ്രകാരം പ്രവർത്തിക്കുന്ന ചില അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളെ ആ അനുഭവത്തോടുള്ള ബന്ധത്തിൽ അവർ ചെയ്തത് നന്മയാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം. അവർ ചെയ്യുന്നത് മുഴുവൻ തിന്മയാണ്. ഇപ്പോൾ സ്മൃതി ഇറാനി പാവപ്പെട്ട ആളുകൾക്ക് സഹായമായിട്ട്, ഇപ്പോൾ ഒരു 100 പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു വ്യക്തിപരമായ സ്കോളർഷിപ്പ് സ്ഥാപിച്ചു എന്ന് വിചാരിക്കും. അവരങ്ങനെ ചെയ്തിട്ടില്ല. അത് തിന്മയാണെന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? അതിന് വേണമെങ്കിൽ പറയാം, ഒരു രാഷ്ട്രീയക്കാരിയാണ്, അതുകൊണ്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ നടക്കുന്നവരാണ്, അങ്ങനെ 100 പേർ സ്കോളർഷിപ്പ് കൊടുത്താൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ആൾ പറയും ഒരു നല്ല സ്ത്രീയാണ്, അതുകൊണ്ട് നമുക്കവർക്ക് വോട്ട് കൊടുക്കാം. അങ്ങനെയാണ് എന്നൊരു സംശയം മാത്രമാണ്. അങ്ങനെ ആയിരിക്കാം, അങ്ങനെ അല്ലായിരിക്കാം, ആണോ ഇല്ലയോ എന്ന് കാലം തെളിയിക്കും. എന്നാൽ അങ്ങനെ അത് ചെയ്യുമ്പോൾ ഞാൻ അതിനെ ആ സമയത്ത് മാനിക്കും. എന്നാൽ അതിനുശേഷം വളരെ വസ്തുനിഷ്ഠമായ പരിഗണനയിൽ എനിക്ക് ബോധ്യപ്പെടുകയാണ് ഇവർ ചെയ്തത് ചൂണ്ട കൊണ്ട് ഇട്ട് മീനെ പിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അതിൻ്റെ സത്യം വെളിപ്പെടുത്തിയിരിക്കും, പരാമർശിച്ചിരിക്കും, സംശയമില്ല. അതുകൊണ്ട് ഇപ്പോൾ 2 ക്യാമ്പുകളാണുള്ളത്. രാജീവ് ഗാന്ധിയെ വെറുക്കുന്ന ആളുകൾ, രാജീവ് ഗാന്ധിയെ സ്നേഹിക്കുന്ന ആളുകൾ. രാജീവ് ഗാന്ധിയെ സ്നേഹിക്കുന്ന ആളുകൾ മറ്റെല്ലാവരെയും വെറുക്കണം. അതിൽ സ്മൃതി ഇറാനിയും പെടും. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളെയല്ല. ആരെയും മനഃപൂർവ്വമായി വെറുക്കുവാനോ ആരെയും അന്ധമായി ആരാധിക്കുവാനോ എനിക്കാവശ്യമില്ല. എനിക്കത് സ്വീകാര്യമല്ല. നന്മ എവിടെ കണ്ടാലും അത് നന്മയാണെന്ന് അംഗീകരിപ്പാനും അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ അതിനോട് പ്രതികരിപ്പാനും, തിന്മ എവിടെ കണ്ടാലും, രാജീവ് ഗാന്ധിയിലാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും തിന്മ കണ്ടാൽ തിന്മയാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല എങ്കിൽ ഞാൻ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുന്നൊരു പൗരനല്ല, ഞാനൊരു അടിമയാണ്. മനസ്സിലാക്കുക. ആ അടിമത്വം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഇതാണ് എൻ്റെ നിലപാട്. ഇത് വ്യക്തമാക്കുവാൻ ഈ സാഹചര്യം സഹായിക്കുമെന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്പം നീണ്ടുപോയി, ദയവായി ക്ഷമിക്കുക. ചില ആശയങ്ങൾ അവതരിപ്പിച്ച് വരുമ്പോൾ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ തന്നെ അറിയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ബലഹീനത അറിയാം, ദയവായി ക്ഷമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തത പ്രാപിക്കുന്നത് നമുക്ക് ഉതകും, നന്മ ചെയ്യും.
അതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി നിങ്ങൾ കാര്യമായി ചിന്തിക്കുക, ധ്യാനിക്കുക. നിങ്ങൾക്ക് അതിനുശേഷം ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ നിശ്ചയമായും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, എന്നെ അറിയിക്കുക. ഞാൻ അതനുസരിച്ച് ചിന്തിച്ചിട്ട് എൻ്റെ നിലപാടുകൾ മാറ്റുവാൻ ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ 100% ഞാൻ ഉറപ്പ് തരുന്നു, 100% എൻ്റെ നിലപാടിനെ ഞാൻ മാറ്റുന്നതായിരിക്കും. പക്ഷേ അതിനെ സംബന്ധിച്ച് എന്നെ ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ കടമയാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു നല്ല ദിവസം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ഈ കാലത്ത് നല്ല ദിവസങ്ങൾ വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു നല്ല ദിവസം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്.